കോഴിക്കോട് ഏറ്റവും കുറഞ്ഞ വിലക്ക് റീറ്റെയിൽ ആയിട്ട് മീൻ വാങ്ങിക്കാൻ പറ്റുന്ന എവിടെയാണെന്ന് അറിയാമെങ്കിൽ അത് പുതിയാപ്പയോ അല്ലെങ്കിൽ നമ്മുടെ കൊയിലാണ്ടി ഹാർബറോ ഇവിടെ ഒന്നല്ല, ചാലിയത്തൊന്നുമല്ല, ശരിക്കും അത് ബേപ്പൂര് ഹാർബറിലാണ്. അപ്പൊ നമുക്ക് ബേപ്പൂര് ഹാർബറിൽ ഒന്ന് കയറി വെക്കാം. ഞാൻ ഇപ്പൊ ബേപ്പൂര് ഹാർബറിലാണുള്ളത്. ഇവിടെ മീനിന്റെ വില എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. നല്ല മീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങുകയും ചെയ്യാം. റേറ്റുകളൊക്കെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഏകദേശം ഒരു 300 മീറ്ററോളം നീളം വരുന്നുണ്ട് കേട്ടോ ബേപ്പൂർ ഹാർബറിൽ. അപ്പൊ നമുക്ക് ഏതായാലും ഏറ്റവും എൻഡിൽ പോയോക്കാം. അവിടെ ബോട്ടുകളുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളൊക്കെയാണ് അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഈ ഒരു ബേപ്പൂർ ഹാർബറിന്റെ രണ്ട് സൈഡിലായിട്ട് ഏറ്റവും എൻഡിൽ ഈ ഭാഗത്തും അതുപോലെ തന്നെ മറ്റേ ഭാഗത്തുമായിട്ടാണ് ചെറിയ ബോട്ടുകൾ, അതായത് ഡെയിലി പോകുന്ന ബോട്ടുകളൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ ബോട്ടുകളൊക്കെ, അതായത് കടലിൽ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈപ്പ് ബോട്ടുകൾ ഉണ്ടല്ലോ, നമ്മുടെ വലിയ ബോട്ടുകൾ. ആ ബോട്ടുകളൊക്കെ ഈ പോർട്ടിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ്, അതായത് ഈ ഷെഡ് കാണുന്ന ഭാഗത്തായിട്ടാണ് ആ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. മറ്റേ രണ്ട് ചെറിയ ടൈപ്പ് ബോട്ടുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ വല റിപ്പയർ ചെയ്യുന്ന സ്ഥലം കേട്ടോ. വലകളൊക്കെ കംപ്ലൈന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടുത്തെ. അതും ഇതിന്റെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ വലയൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് കേടുവന്ന വലകളൊക്കെ റിപ്പയർ ചെയ്ത് സെറ്റ് ആക്കുന്ന സ്ഥലമാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇവിടെ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ വലകൾ ഇങ്ങനെ നാശമായി കേടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഈ വലകളൊക്കെ കൂടുതൽ അങ്ങനെ അധികം ലൈഫൊന്നും കിട്ടൂലല്ലോ ഈ സാധനത്തിന്. നമ്മളൊരു 5 8 10 അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ തോന്നുന്നു ഒരു വലയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വീണ്ടും ഇത് കെട്ടുപിടിച്ച് ആകെ വൃത്തികേടായി പോകും. പിന്നെ അത് ശരിയാക്കും, ഒരുവിധമൊക്കെ അവർ റിപ്പയർ ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ഇതിനകത്താണല്ലോ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടില്ലേ, ഇതാണ് വല റിപ്പയർ ഹോള്. അതായത് വലിയ വലകൾ തൊട്ട് എല്ലാ വലകളും ഉണ്ട് ഇവിടെ. അതായത് പുതിയത് റെഡിയാക്കി കൊണ്ടുവരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വലകൾ അവർ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വലകൾ ഇവിടെ ഒഴിവാക്കിയിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതാണ് ഐസുകൾ. ഈ ഐസ് നമ്മൾ പൊടിച്ചിട്ടാണ് ഇത് ശരിക്കും ബോട്ടിലേക്ക് കയറ്റുന്നത്. അതായത് ഇവിടെ നിന്ന് ഓരോ ഇങ്ങനെ പീസുകളായിട്ട് വന്ന് ഈ സംഭവം ഇതിന്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിനകത്ത് കൂടെ ഇങ്ങനെ മുകളിൽ കൂടെ കയറിയിട്ട് വെള്ളം കുടിവെള്ളം അതിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഓക്സിജന്റെ സിലിണ്ടറുകളും ചില ബോട്ടിലേക്കായിട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. ഓക്സിജൻ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും ബോട്ടിലേക്ക് കയറ്റുന്നത്. ഇവിടെയാണ് വലിയ വലിയ ബോട്ടുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ചെറിയ ബോട്ടുകളൊക്കെ ഞാൻ അതൊക്കെ ആദ്യം കാണിച്ച ഒരു സ്ഥലത്താണ് ഡെയിലി പോയി വരുന്ന ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ വലിയ ബോട്ടുകളാണ്, അതായത് പോയി കഴിഞ്ഞാൽ ഒരു മാസമോ അല്ലെങ്കിൽ 15 ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ടൈപ്പ് ബോട്ടുകളൊക്കെ ഇവിടെയാണ് കെട്ടിവെക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ പമ്പ്. ഇങ്ങനത്തെ 3 4 പമ്പ് ഇവിടെ നമ്മുടെ ബേപ്പൂർ ഹാർബറിലുണ്ട്. ഇതിലേക്ക് അതായത് ബോട്ടിലേക്ക് ചെയ്യാൻ വേണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം, പെട്രോൾ അല്ല ഡീസലാണ്. ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഐസിന്റെ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചില്ല. ഇപ്പൊ ഇതുപോലുള്ള വലിയ ഐസിന്റെ കട്ടകളായിട്ടാണ് വരുന്നത്. ഇവരിതിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പൊ ഇതിലിടുന്ന സമയത്ത് ഇത് പൊടിയായിട്ട് ഇത് നേരെ ഈ ഒരു ചാനൽ വഴി ഈ ഒരു സ്ക്രീൻ സെറ്റപ്പ് വഴി മുകളിലേക്ക് പോയി നേരെ അത് ബോട്ടിന്റെ ഫ്രീസറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുവഴി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇവിടെ അതാ ഒരു ബോട്ട്, ചെറിയൊരു ബോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഡെയിലി പോയി വരുന്ന ബോട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പോവുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കോ പുറംകടലിൽ പോയി മീൻ പിടിച്ചു വരുന്ന ബോട്ടുകളാണ്. ഈ ബോട്ടിലുള്ള മീനുകളായിരിക്കും പലപ്പോഴും നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് പറ്റുന്നത്. വലിയ ബോട്ടൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്ന മീനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വലിയ വലിയ മീനുകളൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഈ ഡെയിലി പോയി വരുന്ന ബോട്ടുകളിലുള്ള മീൻ വാങ്ങിക്കാനൊക്കെ. അതാകുമ്പോൾ ഫ്രഷ് ആയിരിക്കും, അധികം ഐസും മറ്റ് കെമിക്കൽസ് ഒന്നും കലരാത്ത മീനുകളായിരിക്കും ഈ ചെറിയ ബോട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള മീനുകളാണ് ഇവിടെ കൂടുതലും റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നത്. ഈ ബോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇത് ഉച്ചയ്ക്ക് ഒരു 12 1 മണി ആയിട്ടുണ്ട്. ഇപ്പം പോവുകയാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കായിരിക്കും കൂടുതൽ. രാത്രി എന്ന് പറയുന്ന ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഈ ബോട്ട് തിരിച്ചു വരുന്നത് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ രാത്രി പോയ ബോട്ടുകൾ രാവിലെ എത്തും, അപ്പോഴും നമുക്ക് മീൻ വാങ്ങാം. അപ്പൊ എന്തായാലും മീൻ വാങ്ങുന്ന സ്ഥലത്തുനിന്ന് പോയി നോക്കാം. അത് മീൻ വാങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഉള്ള ഈ ഒരു ഏരിയ കേട്ടോ. ഈ ഒരു ഒഴിഞ്ഞ ഏരിയയിലാണ് മീൻ പിന്നെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഈ വന്ന സമയം ശരിയല്ല, 12 മണി 12:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടൂല. ഒന്നെങ്കിൽ ഒരു 6 മണി 5 മണി 6 മണി ആകുന്ന സമയത്ത് രാവിലെയോ അതുപോലെ തന്നെ വൈകുന്നേരം 5 മണി 6 മണി സമയത്ത് വന്നാലേ മീൻ കിട്ടുള്ളൂ.